എല്ലാവർക്കും നമസ്കാരം. UGC നെറ്റ് JRF കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കുള്ള 10-day ക്രാഷ് കോഴ്സിന്റെ ഭാഗമായി ലീഗൽ ആസ്പെക്ട് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദി ലീഗൽ ആസ്പെക്റ്റിൽ നമ്മൾ പ്രധാനമായി നോക്കുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഓഫ് 1872 ആണ്. അപ്പം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരായിട്ട് നമ്മൾ ഓരോ ദിവസവും ഒരുപാട് സന്ദർഭങ്ങളിലേക്ക് എൻട്രി ചെയ്യാറുണ്ട്. അപ്പം ഇത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരു കോൺട്രാക്റ്റിന്റെ പാർട്ടി ആയിട്ട് മാറുകയാണ്, ഒരു കോൺട്രാക്റ്റിന്റെ ഭാഗമായിട്ട് മാറാറുണ്ട്. ഉദാഹരണത്തിനാണെങ്കിൽ നമ്മളിപ്പോൾ ഷോപ്പിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്നു, ഒരു വാഹനം നന്നാക്കാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വാച്ച് നന്നാക്കാൻ കൊടുക്കുന്നു, ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കുന്നു, ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യാറുള്ളതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു കോൺട്രാക്റ്റിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിന്റെ പാർട്ടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺട്രാക്ട് എന്താണെന്നും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ എന്തൊക്കെയാണ് പറയുന്നതെന്നും അറിയേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആദ്യം ഡീൽ ചെയ്യുന്നത് കോൺട്രാക്ട് ആക്ടിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്റ്റിന്റെ മീനിങ് എന്താണെന്ന് പറയും. പിന്നീട് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് എന്താണ്, പിന്നെ അതിനുശേഷം സ്പെഷ്യൽ കോൺട്രാക്റ്റുകളായിട്ടുള്ള ബെയിൽമെന്റ്, പ്ലഡ്ജ്, ഗ്യാരണ്ടി, ഇൻഡെംനിറ്റി ആൻഡ് ഏജൻസി തുടങ്ങിയിട്ടുള്ള സ്പെസിഫിക് കോൺട്രാക്റ്റുകൾ എന്താണെന്നുള്ളതും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് കോൺട്രാക്റ്റിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. സെക്ഷൻ 2 ക്ലോസ് H ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ് കോൺട്രാക്റ്റിന്റെ മീനിങ്ങിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കോൺട്രാക്ട് ഡിഫൈൻ ചെയ്യുന്നത്. മീനിങ് അല്ല, ഡെഫിനേഷൻ ആണ് സെക്ഷൻ 2 ക്ലോസ് H പറയുന്നത്. സെക്ഷൻ 2 ക്ലോസ് H ഓർമ്മിച്ച് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കോൺട്രാക്റ്റിന്റെ ഡെഫിനേഷൻ ആണ്. അപ്പം ഈ സെക്ഷൻ പ്രകാരം കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ട് ഇസ് ആൻ എഗ്രിമെന്റ് വിച്ച് ഇസ് എൻഫോഴ്സിബിൾ ബൈ ലോ ആണ്. കോൺട്രാക്ട് ഇസ് ആൻ എഗ്രിമെന്റ് വിച്ച് ഇസ് എൻഫോഴ്സിബിൾ ബൈ ലോ. പറഞ്ഞപ്പോൾ എത്ര വേഗം തീർന്നു, പക്ഷേ അതത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഇസ് ആൻ എഗ്രിമെന്റ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ എ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഉണ്ട്. ഫോർ എക്സാമ്പിൾ എ ഉണ്ട്, ഇവിടെ ബി എന്ന് പറയുന്ന മറ്റൊരു പേഴ്സൺ ആണ്. അപ്പം ഈ എയും ബിയും കൂടെ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എ പറയാണ്, ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ ഒരു വാഹനം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് എ ബിയോട് പറയുന്നു. അപ്പൊ ബി എന്ത് ചെയ്യാണ്, ബി എയോട് പറയാണ്, ഓക്കെ നിങ്ങളുടെ വാഹനം ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കൊള്ളാം എന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ ഇവർ ഒരാൾ ഓഫർ വെക്കുന്നു, മറ്റേ ആൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇവർ എൻ്റർ ചെയ്യുന്ന ഈ റിലേഷൻഷിപ്പ് ഇതെന്താണ്, ഒരു വാലിഡ് എഗ്രിമെന്റ് ആയിരിക്കും, ഒരു വാലിഡ് എഗ്രിമെന്റ് ആണ്. പക്ഷെ ഈ വാലിഡ് എഗ്രിമെന്റുകളെല്ലാം തന്നെ അല്ലെങ്കിൽ എഗ്രിമെന്റുകളെല്ലാം തന്നെ കോൺട്രാക്ട് ആകുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. പക്ഷെ ഇപ്പൊ നമ്മൾ എന്താണ് പറയേണ്ടത്, എല്ലാ എഗ്രിമെന്റ്സും കോൺട്രാക്റ്റുകൾ ആവില്ല. എഗ്രിമെന്റ് കോൺട്രാക്ട് ആകണമെങ്കിൽ എന്ത് വേണം, ആൻ എഗ്രിമെന്റ് ഷുഡ് ബി എൻഫോഴ്സിബിൾ ബൈ ലോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ മാത്രമേ എന്താകുന്നുള്ളൂ, കോൺട്രാക്ട് ആകുന്നുള്ളൂ. അപ്പം അടുത്ത ചോദ്യം എന്തായിരിക്കും, ഒരു എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ആകണമെങ്കിൽ അതിന് എന്താണ് വേണ്ടത്, എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടീഷൻസ് ഉണ്ട്. അതിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അത് സെക്ഷൻ 10 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. സെക്ഷൻ 10 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റിനെ കുറിച്ചിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പം എന്താണ് സെക്ഷൻ 10 എന്താണ് മെയിൻ ആയിട്ട് പറയുന്നത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ എഗ്രിമെന്റ് ആണ് ആദ്യത്തെ എസെൻഷ്യൽ എലമെന്റ്. എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഷുഡ് ബി ആൻ ഓഫർ ആൻഡ് ആൻ അക്സെപ്റ്റൻസ്. നമ്മൾ പറഞ്ഞു എയും ബിയും തമ്മിലുള്ള എക്സാമ്പിൾ നമ്മൾ എടുത്തതാണ്. എ എന്ത് ചെയ്യാണ്, എ ഒരു ഓഫർ വെച്ചു ബിക്ക്, എന്താ ഞാൻ എൻ്റെ വാഹനം 5 ലക്ഷം രൂപയ്ക്ക് തരാം എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഓഫർ. അപ്പൊ ബി എന്ത് ചെയ്യുന്നു, ഓക്കെ നിങ്ങളുടെ വാഹനം ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കൊള്ളാം എന്നുള്ളതാണ് ബിയുടെ അക്സെപ്റ്റൻസ്. അപ്പൊ ഇവിടെ ഒരു ഓഫർ ഉണ്ട്, ഇവിടെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഇതെന്തായി, ഇതൊരു എഗ്രിമെന്റ് ആയിട്ടുണ്ട്. അപ്പം ഇത്തരം എഗ്രിമെന്റ് ആയിരിക്കണം ഒരു കോൺട്രാക്ട് ബേസിക്കലി. അപ്പം അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ നമ്മൾ നോക്കുന്നത് കൺസെൻസസ് അറ്റ് ഐഡം അഥവാ ഐഡന്റിറ്റി ഓഫ് മൈൻഡ്സ്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയാലും അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പാർട്ടീസ് ഉണ്ട്. ഇവിടെ എന്താണ്, എയും ബിയും 2 പാർട്ടീസ് ആണ്. ഇതിൽ എ പറഞ്ഞു എന്താ, ഞാൻ എൻ്റെ വണ്ടി നിങ്ങൾക്ക് തരാം 5 ലക്ഷം രൂപയ്ക്ക്, അഥവാ ഞാൻ എൻ്റെ വാഹനം 5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് തരാം. ബി അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇൻ കേസ് എക്ക് എന്താണ്, ഒന്നിൽ കൂടുതൽ വാഹനങ്ങളുണ്ട്, ഒരു കാറും ഉണ്ട്, ഒരു ബൈക്കും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം എ വിചാരിക്കുന്നത് എന്താണ്, അദ്ദേഹത്തിന്റെ ബൈക്ക് കൊടുക്കാനാണ്. പക്ഷെ ബി വിചാരിക്കുന്നത് എന്താണ്, അദ്ദേഹത്തിന്റെ കാറാണ് തരുന്നതെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതെന്തായി, രണ്ടുപേരും ഉദ്ദേശിച്ചത് 2 കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെ ആകാൻ പാടില്ല എന്നുള്ളതാണ് ഐഡന്റിറ്റി ഓഫ് മൈൻഡ്സ്. അതായത് സെയിം മീനിങ്ങിൽ നമ്മൾ കൊടുക്കാനോ വാങ്ങാനോ ഉദ്ദേശിക്കുന്ന കാര്യം സെയിം മീനിങ്ങിൽ
സെയിം സെൻസിൽ വേണം ആൾക്കാർ രണ്ട് പാർട്ടീസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എന്താണ്, ഒരു പേഴ്സണ് രണ്ട് വീടുകളുണ്ട്, കണ്ണൂർ ഒരു വീടുണ്ട്, കോഴിക്കോട് ഒരു വീടുണ്ടെന്ന് വിചാരിക്കാം. ഇതിൽ ഇദ്ദേഹം എ ബിയോട് പറയുന്നത് ഞാൻ എൻ്റെ വീട് തരാം ഇത്ര രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ട്, അപ്പം എ ഉദ്ദേശിക്കുന്നത് കണ്ണൂരിലെ വീട് കൊടുക്കാനാണ്. ബി ഉദ്ദേശിക്കുന്നത് എന്താണ്, അദ്ദേഹം എനിക്ക് തരാൻ പോകുന്നത് കോഴിക്കോടുള്ള വീടായിരിക്കും എന്ന് വിചാരിക്കാം. ഇവിടെ ഓഫറും ആക്സെപ്റ്റൻസും ഒക്കെ ഉണ്ട്, പക്ഷെ എന്തില്ല, അവിടെ ഐഡന്റിറ്റി ഓഫ് മൈൻഡ്സ് എന്ന് പറയുന്ന കാര്യമില്ല. രണ്ടുപേരും ഉദ്ദേശിച്ചത് രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരം എഗ്രിമെന്റ്സുകൾ അതെന്താകുന്നില്ല, കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ കോൺട്രാക്റ്റിലേക്ക് എത്തില്ല എന്നാണ് അടുത്ത പോയിന്റ് പറയുന്നത്. പിന്നീട് നമുക്ക് പറയാനുള്ളത് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിറ്റൻസി ഓഫ് പാർട്ടീസ്. ഏത് ടൈപ്പ് ആൾക്കാർക്കാണ് കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുക? നമ്മൾ പറഞ്ഞ രണ്ട് പാർട്ടീസ് ഉണ്ടായിരിക്കും. ഇത് എങ്ങനെയുള്ള ആൾക്കാർക്കാണ് കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്കിൽ പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത ഹെഡിങ്ങിൽ പറയുന്നത്. അതാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. ഇപ്പം നോർമലി നമ്മൾ പറയുമ്പം പാർട്ടി മസ്റ്റ് ബി മേജർ, അതായത് ഏജ് ഓഫ് മെജോറിറ്റി അറ്റൈൻ ചെയ്ത പേഴ്സൺ ആയിരിക്കും. അപ്പം ഇന്ത്യയുടെ കേസിൽ, ഇപ്പം നമ്മൾ സാധാരണ കേസിൽ നമുക്കത് എന്താ അറിയാം, 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്ത്, അതായത് മേജർ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പറയുന്നത് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്, അതായത് സൗണ്ട് മൈൻഡ് ആയിരിക്കണം. അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ഉണ്ടാകാൻ പാടില്ല. ഇപ്പം എന്താണ് ഇഡിയറ്റ്സ് അല്ലെങ്കിൽ ലുനാറ്റിക്സ് ഒക്കെ ഉള്ള ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാകുമ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് അവരെ കോമ്പീറ്റൻ്റ് ആയിട്ട് കണക്കാക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്തറിയില്ല, ഇവർ എന്താണ് ചെയ്യുന്നതെന്നോ ഇതിൻ്റെ കോൺസിക്വൻസസ്, ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്നോ ഇവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാരായിരിക്കില്ല. അങ്ങനെ മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് മാത്രമേ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം എ പേഴ്സൺ മസ്റ്റ് ബി സൗണ്ട് മൈൻഡ്. സൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് മാത്രമേ കപ്പാസിറ്റി ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് ഉണ്ടാവുന്നുള്ളൂ. പിന്നീട് നമ്മൾ പറയുന്നത് അതർ ഡിസ്ക്വാളിഫിക്കേഷൻസ്. എ പേഴ്സൺ ഇസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ ആണെന്ന് വിചാരിക്കും. ഇപ്പൊ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. ദർ ആർ സർട്ടൈൻ പേഴ്സൺസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഫോറിൻ സോവറിൻസ് ആൻഡ് അംബാസിഡേഴ്സ്, അല്ലെങ്കിൽ ഏലിയൻ എനിമീസ്, അതല്ലെങ്കിൽ ഇൻസോൾവെന്റ് അഥവാ പാപ്പരായിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് സർട്ടൈൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം കോൺട്രാക്ട് ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരം ആൾക്കാരും ആകാൻ പാടില്ല. അപ്പം കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, അവർക്ക് കോമ്പീറ്റൻസി ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് ആയിരിക്കണം. അപ്പം അവർ കോമ്പീറ്റൻ്റ് ആണോ അല്ലോ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്? അവർ മേജർ ആയിരിക്കണം, അതായത് ഏജ് ഓഫ് മെജോറിറ്റി അറ്റൈൻ ചെയ്തിരിക്കണം, അവർ സൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, പിന്നെ അവരെന്ത് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ ആകാൻ പാടില്ല. അപ്പം ഇതൊക്കെയാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാനുള്ള പോയിന്റ് ലോഫുൾ കൺസിഡറേഷൻ എന്നുള്ളതാണ്. ഒരു കോൺട്രാക്റ്റിൽ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്ന വാക്കിന് കൊടുക്കുന്ന മീനിങ് അല്ല കോൺട്രാക്ട് ആക്ടിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കൺസിഡറേഷൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ. നമ്മുടെ ഈ എക്സാമ്പിളിൽ എയും ബിയും തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ്. ഇപ്പം എ ബിക്ക് അദ്ദേഹത്തിന്റെ കാറ് കൊടുക്കാമെന്ന് പറയുന്നു, ബി 5 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തിന്റെ കാറ് വാങ്ങാമെന്ന് പറയുന്നു. ഇവിടെ ഉള്ള കൺസിഡറേഷൻ എന്ന് പറയുന്നത് എ ബിക്ക് കൊടുക്കുന്ന കാറും ബി അപ്പൊ തിരിച്ച് എക്ക് എന്താണ് കൊടുക്കുന്നത്, 5 ലക്ഷം രൂപയും. ഇപ്പൊ സംതിങ് ഇൻ റിട്ടേൺ, ഇവിടെ ആ 5 ലക്ഷം രൂപ എന്ന് പറയുന്ന ആ റിട്ടേൺ ആയിട്ടുള്ള കാര്യം, അതാണ് കൺസിഡറേഷൻ. അപ്പോൾ ഒരു കോൺട്രാക്റ്റിന് വാലിഡിറ്റി വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് കോൺട്രാക്ട് ആകണമെങ്കിൽ ദർ ഷുഡ് ബി എ കൺസിഡറേഷൻ. ആൻഡ് കൺസിഡറേഷൻ എപ്പോഴും എന്തായിരിക്കണം, ലോഫുൾ ആയിരിക്കണം. കൺസിഡറേഷൻ എല്ലായ്പ്പോഴും ലോഫുൾ ആയിരിക്കണം. ഇപ്പം അൺലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതൊരിക്കലും എന്താകുന്നില്ല. കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ അത് ലോഫുൾ കൺസിഡറേഷൻ ആയിരിക്കണം. അൺലോഫുൾ ആണെങ്കിൽ അതിനെ നമ്മൾ വാലിഡ് കൺസിഡറേഷൻ ആയിട്ട് കണക്കാക്കില്ല. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ എയും ബിയും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ ബി എക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന കാര്യം ഒരാളെ കൊല്ലുക എന്നുള്ളതാണെങ്കിൽ അത് എല്ലായ്പ്പോഴും എങ്ങനെയാണ്, അതൊരു ഒഫൻസ് ആണ്, അത് ലോഫുൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ കൺസിഡറേഷൻ ലോഫുൾ അല്ല. സോ അതിനെ ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റില്ല. അതാണ് 4th പോയിന്റിൽ നമ്മൾ പറയുന്നത്. അടുത്തത് ഫ്രീ കൺസെന്റ്. ഫ്രീ കൺസെന്റ് ഓഫ് ദ പാർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. കൺസെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് പാർട്ടീസ് കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു ആൻഡ് അവരുടെ സമ്മതം.
അവർ സമ്മതം കൊടുത്തിട്ടുണ്ടായിരിക്കേണ്ടത് ദാറ്റ് മസ്റ്റ് ബി ഫ്രീ. മറ്റൊരാളുടെയും ഇൻഫ്ലുവൻസ് ഇല്ലാതെ അല്ലെങ്കിൽ മറ്റൊരാൾ നിർബന്ധിക്കാതെ മറ്റൊരു ഫോഴ്സോ ഫ്രോഡോ ഒന്നും യൂസ് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഒരു കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യാനുള്ള സമ്മതം അറിയിക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരം കൺസെൻറ്റുകൾ, ഫ്രീ ആയിട്ടുള്ള കൺസെൻറ്റുകൾ മാത്രമാണ് നമ്മൾ കോൺട്രാക്റ്റ്, ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എലമെൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് എയും ബിയും തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ ബി എന്ത് ചെയ്യാണ്, എ എന്ന് പറയുന്ന പേഴ്സണെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയിട്ടാണ് പറയുന്നത് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഈ കോൺട്രാക്റ്റിലേക്ക് സൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഈ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കൊന്നുകളയും. അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് എയുടെ സമ്മതം, ഈ കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എയുടെ സമ്മതം ബി വാങ്ങിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരം കൺസെൻറ്റുകളെ നമ്മൾ ഫ്രീ കൺസെൻ്റായിട്ട് പറയില്ല. ഇപ്പോൾ ഫ്രീ കൺസെൻറ്റ് അല്ലാത്തടത്തോളം കാലം കോൺട്രാക്റ്റിന് വാലിഡിറ്റി ഉണ്ടാവില്ല. അപ്പം അതിൽ കോൺട്രാക്ട് ആക്റ്റിൽ പറയുന്നത് കൊയേഷൻ മൂലമോ ഫ്രോഡ് മൂലമോ അൺഡ്യൂ ഇൻഫ്ലുവൻസ് മൂലമോ അല്ലെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷൻ ഇതുമല്ലെങ്കിൽ ബൈ മിസ്റ്റേക്ക് ഇത്തരം കാര്യങ്ങൾ വഴി ഒരു പാർട്ടി മറ്റൊരാൾക്ക് കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യാനുള്ള സമ്മതം കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം കൺസെൻറ്റുകളെ നമ്മൾ ഫ്രീ കൺസെൻ്റ് ആയിട്ട് കണക്കാക്കുന്നില്ല. അത്തരം കൺസെൻറ്റുകൾക്ക് അത്തരം കോൺട്രാക്റ്റുകളെ നമ്മൾ വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് പറയില്ല. അതാണ് 5th പോയിന്റിൽ പറയുന്നത്. പിന്നീടുള്ളത് ലോഫുൾ ഒബ്ജക്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്, എയും ബിയും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ അവർ ചെയ്ത് കൊടുക്കേണ്ടുന്ന കാര്യം അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യുന്നത് ഒരു അൺലോഫുൾ അല്ലെങ്കിൽ ഒരു ഇല്ലീഗൽ അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എയും ബിയും കൂടി ഒരു കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നേരത്തെ എക്സാമ്പിളിൽ ഒരാളെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകൾക്ക് അല്ലെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകളുടെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് അൺലോഫുൾ ആണ്. അത്തരം കാര്യങ്ങൾ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എസെൻഷ്യൽ എലമെൻ്റ് ആയിട്ട് കണക്കാക്കില്ല. അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെൻ്റ് എന്തായിരിക്കും, എല്ലായ്പ്പോഴും ലോഫുൾ ഒബ്ജക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഒബ്ജക്റ്റ് ലോഫുൾ ആണെങ്കിൽ മാത്രമാണ് ഒരു കോൺട്രാക്റ്റിന് വാലിഡിറ്റി വരുന്നത്. അതാണ് 6th പോയിന്റിൽ പറയുന്നത്. പിന്നീട് നമുക്ക് പറയാനുള്ളത് സെർട്ടനിറ്റി ആൻഡ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആണ്. ആദ്യം നമുക്ക് സെർട്ടനിറ്റി ഓഫ് പെർഫോമൻസ് എന്താണെന്ന് നോക്കാം. സെർട്ടനിറ്റി എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്റ്റിലേക്ക് എയും ബിയും കൂടെ എൻട്രി ചെയ്യുന്നു. അതിൻ്റെ അപ്പം എ ബിക്ക് കൊടുക്കുന്ന പ്രോമിസ് എന്ന് പറയുന്നത് 10 liters ഓഫ് ഓയിൽ തരാം എന്നുള്ളതാണ്. 10 liters ഓഫ് ഓയിൽ. ബി അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഈ കോൺട്രാക്റ്റ് എന്തല്ല, സെർട്ടൈൻ അല്ല, ക്ലിയർ അല്ല. കാര്യം എന്ത് ഓയിലാണെന്നുള്ളത് ഇവിടെ ഇദ്ദേഹം സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒരിക്കലും കോൺട്രാക്റ്റിലെ ടേംസ് എന്ന് പറയുന്നത് അൺസെർട്ടൈൻ ആകാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി സെർട്ടൈൻ. പിന്നീടാണ് പോസിബിലിറ്റി. അതിൻ്റെ കൂടെ തന്നെ പറയാൻ പറ്റുന്നതാണ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഒരു കോൺട്രാക്റ്റിലേക്ക് പാർട്ടീസ് എൻട്രി ചെയ്യുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എ ബിയോട് പറയുന്നത് മൂണിൽ നിന്നും ഗോൾഡ് കൊണ്ട് തന്നതിൽ ഞാൻ നിങ്ങൾക്ക് ഇത്ര രൂപ തരാം എന്നുള്ളതാണ് അവർ തമ്മിലുള്ള കോൺട്രാക്റ്റ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള എഗ്രിമെൻ്റ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ്, എക്സ്പ്രസ്ലി അതെന്താണ്, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഗ്രിമെൻറ്റിലേക്ക് എൻട്രി ചെയ്യുന്നതാണെങ്കിൽ അതിന് ലീഗൽ വാലിഡിറ്റി ഉണ്ടാവില്ല. അതാണ് സെർട്ടനിറ്റി ആൻഡ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നീട് പറയാനുള്ളത് നോട്ട് ഡിക്ലെയർഡ് ടു ബി വോയിഡ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ തന്നെ ഡിഫറെൻറ്റ് പ്രൊവിഷൻസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് സെർട്ടൈൻ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടീസിന് കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ എഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഇല്ലാത്ത എഗ്രിമെൻറ്റുകൾ, അതല്ലെങ്കിൽ അൺസെർട്ടൈൻ ആയിട്ടുള്ള എഗ്രിമെൻറ്റുകൾ. പിന്നെ അതല്ലാണ്ട് എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ് ഓർ ആൻ എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിംഗ് ഓർ ആൻ എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി രണ്ട് പാർട്ടീസിന് കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പ്രസ്ലി വോയിഡ് ആണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും പാർട്ടീസിന് കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത്തരം കോൺട്രാക്ട്സിന് വാലിഡിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ് നോട്ട് ഡിക്ലെയർ ടു ബി വോയിഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീടുള്ളതാണ് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. അതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അപ്പം ഹസ്ബൻഡ് വൈഫിന് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, വൈഫിൻ്റെ ബർത്ത്ഡേക്ക് ഒരു പെർട്ടിക്കുലർ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ളതാണ് ഹസ്ബൻഡ് വൈഫിന് കൊടുക്കുന്ന പ്രോമിസ്. പക്ഷേ ഹസ്ബൻഡ് അത് മറന്നു പോവുകയാണ്, ഹസ്ബൻഡിന് അത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം വൈഫ് ഹസ്ബൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കുമോ?
നോർമൽ സിറ്റുവേഷനിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വൈഫ് കൊണ്ടുപോയി കേസ് കൊടുക്കില്ല. എന്തുകൊണ്ടാണ്? ഈ ഹസ്ബൻഡും വൈഫും പ്രോമിസ് കൊടുക്കുന്ന ആ സമയത്ത് അവർക്ക് ഇൻ ഫ്യൂച്ചറിൽ ഇദ്ദേഹം ഈ പ്രോമിസ് ബ്രീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കോടതിയിൽ പോകും, അല്ലെങ്കിൽ കോടതിയിൽ പോയിട്ട് കോടതി വഴി എൻഫോഴ്സ് ചെയ്തെടുക്കും എന്നുള്ള ഒരു ലക്ഷ്യം ഈ കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് അവർക്കില്ല, അല്ലെങ്കിൽ ഈ പ്രോമിസ് കൊടുക്കുന്ന സമയത്ത് അവർക്കില്ല. ശരിക്കും ആ കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇൻ ഫ്യൂച്ചറിൽ ബ്രീച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ പോകാനും അത് എൻഫോഴ്സ് ചെയ്തെടുക്കാനും ഉള്ളൊരു ലക്ഷ്യത്തോടു കൂടി രണ്ട് പാർട്ടീസ് കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ മാത്രമേ അതിനെന്ത് കിട്ടുന്നുള്ളൂ, ലീഗൽ വാലിഡിറ്റി കിട്ടുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ എ ബിക്ക് കാറ് കൊടുക്കുന്നു, ബി പകരം 5 ലക്ഷം രൂപ കൊടുക്കുന്നു. ഇവിടെ ഇൻ കേസ് എ പ്രോപ്പറായിട്ട് ആ കാറ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാറ് കൊടുത്തതിന് ശേഷം ബി കൃത്യമായി പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിലൊരു പാർട്ടി അവർക്ക് ആർക്കാണോ ബ്രീച്ച് സംഭവിച്ചിട്ടുള്ളത് അവരെന്ത് ചെയ്യും, ആർക്കാണോ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് അവർ കോടതിയിൽ പോവുകയും മറ്റേ ആളെ ലയബിൾ ആക്കുകയും ആ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്തെടുക്കുകയും ചെയ്യും. അപ്പം അവിടെ അവർക്ക് എന്തുണ്ട്, കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ അവർക്കൊരു ഇൻറ്റൻഷൻ ഉണ്ട്, ഫ്യൂച്ചറിൽ ബ്രീച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ പോകാനും അത് എൻഫോഴ്സിബിൾ ആക്കാനുമുള്ള ഇൻറ്റൻഷനോട് കൂടി എൻട്രി ചെയ്യുന്ന കോൺട്രാക്റ്റാണ് അത്. അപ്പം ആ ഒരു ഇൻറ്റൻഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ 8th പോയിന്റിൽ പറയുന്നു. പിന്നീട് നമുക്ക് പറയാനുള്ളത് ലാസ്റ്റ് പോയിന്റ് റൈറ്റിംഗ് ആൻഡ് രജിസ്ട്രേഷൻ എന്നുള്ളതാണ്. ഒരു കോൺട്രാക്റ്റ് എല്ലായ്പ്പോഴും റിട്ടൺ ആൻഡ് രജിസ്ട്രേഷൻ ആണെങ്കിൽ, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ റിട്ടൺ ആയിട്ട് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് റിട്ടൺ ആക്കുകയും ആൻഡ് അതിനെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് എനി ബ്രീച്ച് സംഭവിച്ചാൽ നമുക്കത് കോടതിയിൽ പോകുമ്പോൾ അത് എൻഫോഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. അതൊരു അഡീഷണൽ പോയിന്റ് ആയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം അതാണ് ലാസ്റ്റ് പോയിന്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്പെഷ്യൽ കോൺട്രാക്റ്റുകളാണ്, അഥവാ സ്പെസിഫിക് കോൺട്രാക്റ്റുകൾ. ഇതിപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എല്ലാ കോൺട്രാക്റ്റുകൾക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള ജനറൽ പ്രൊവിഷൻസ് ആണ്. ഇനി നമുക്ക് സെർട്ടൈൻ സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട്. അടുത്തതായി നമ്മൾ ഈ ലെക്ചറിൽ കാണാൻ പോകുന്നത് സ്പെഷ്യൽ കോൺട്രാക്റ്റുകൾ എന്താണെന്നുള്ളതാണ്. ദർ ആർ സെർട്ടൈൻ സ്പെഷ്യൽ കോൺട്രാക്ട്സ് അണ്ടർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അതിൽ ആദ്യമായിട്ട് നമുക്ക് ബെയിൽമെൻ്റ് ഉണ്ട്, കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ് അണ്ടർ സെക്ഷൻ 148 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. പിന്നീട് പറയുന്ന കോൺട്രാക്ട് ഓഫ് പ്ലഡ്ജ് ആണ്, സെക്ഷൻ 172 അത് ഡിഫൈൻ ചെയ്യുന്നത്. പിന്നീട് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി സെക്ഷൻ 126 കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി സെക്ഷൻ 124 ഡീൽ ചെയ്യുന്നു. അവസാനം കോൺട്രാക്ട് ഓഫ് ഏജൻസി സെക്ഷൻ 182 പറയുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് അഞ്ച് സ്പെഷ്യൽ കോൺട്രാക്റ്റുകളാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ്. സെക്ഷൻ 148 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ് കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റിനെ കുറിച്ച് പറയുന്നത്. അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് ഇപ്രകാരമാണ്: ഇൻ ബെയിൽമെൻറ്റ് one person delivers goods to another person for some purpose upon a contract. After the purpose is accomplished, the goods return to the real owner or the goods return to the person who delivered the goods. ഇവിടെ ഡെഫിനേഷൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഈ എക്സാമ്പിളിലേക്ക് പോവാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ, ഒരാൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈലറിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ടൈലറിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. അപ്പം ആഫ്റ്റർ ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ടൈലർ അതെന്ത് ചെയ്യും, തിരിച്ച് ഈ പേഴ്സണ് തന്നെ കൊടുക്കും. ആരാണോ തയ്ക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് ആ പേഴ്സണ് തിരിച്ചു കൊടുക്കും. ഇത് കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. ഇവിടെ ഈ ബെയിൽമെൻറ്റ് ഓഫ് വൺ പേഴ്സൺ എന്ന് പറയുന്നത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന, ഈ കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റിൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പേഴ്സൺ ആണ്. ആൻഡ് ഡെലിവേഴ്സ് ഗുഡ്സ്. ഇവിടെ ഗുഡ്സ് എന്ന് പറയുന്നത് ആ ഡ്രസ്സാണ്, തയ്ക്കാൻ വേണ്ടി കൊടുക്കേണ്ടത് ആ ഡ്രസ് മെറ്റീരിയലിനെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത് ഇവിടെ ഈ കോൺട്രാക്റ്റിൽ. ആൻഡ് ടു അനദർ പേഴ്സൺ എന്ന് പറയുമ്പോൾ ആരാണ്, ഇവിടെ ടൈലറെയാണ് നമ്മൾ അനദർ പേഴ്സൺ എന്ന് പറയുന്നത്. ഫോർ സം പർപ്പസ്. ഈ സം പർപ്പസ് എന്താണ്, സ്റ്റിച്ച് ചെയ്യാന്നുള്ള പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൺ എ കോൺട്രാക്ട്. അപ്പോൾ ഇങ്ങനെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈലറിൻ്റെ അടുത്ത് കൊടുക്കുന്നത് ഒരു കോൺട്രാക്റ്റ് ആണ്. ആൻഡ് ആഫ്റ്റർ ദി പേർപ്പസ് ഇസ് അക്കംപ്ലിഷ്ഡ്, ഇത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദ ഗുഡ്സ് റിട്ടേൺ ടു ദ റിയൽ ഓണർ, അല്ലെങ്കിൽ ആരാണോ ആ ഗുഡ്സ് കൊടുത്തിട്ടുള്ളത് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന രീതിയിൽ ആ ഗുഡ്സ് എന്ത് ചെയ്യുക, അത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ടൈലറിൻ്റെ ഡ്യൂട്ടി. ഇവിടെ 2 പേഴ്സൺ ആണുള്ളത്, നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന ആളും ആൻഡ് ടൈലറും. അവിടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന ആൾ പറയുന്ന പേരാണ് ബെയിലർ. അഥവാ ഈ ബെയിൽമെൻറ്റ്, കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റിൽ വൺ പേഴ്സൺ ഡെലിവേഴ്സ് ഗുഡ്സ് ടു അനദർ പേഴ്സൺ. ഈ വൺ പേഴ്സൺ ആരാണോ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് ആ പേഴ്സണെയാണ് നമ്മൾ ബെയിലർ എന്ന് പറയുന്നത്. ആൻഡ് ആർക്കാണോ ഈ
ഗുഡ്സ് കൊടുക്കുന്നത്, ഒരു പെർട്ടിക്കുലർ പർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കാണോ ഈ ഗുഡ്സ് കൊടുക്കുന്നത് ആ പേഴ്സണെ നമ്മൾ ബെയിലി എന്നും പറയുന്നു. നമ്മുടെ എക്സാമ്പിളിൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന നമ്മളാണെങ്കിൽ നമ്മളാണ് ബെയിലർ ആൻഡ് ടൈലറാണ് ബെയിൽ. അപ്പം ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബെയിൽമെൻറ്റ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാകും. ഇനി ഒന്നും കൂടി ഡെഫിനേഷൻ നോക്കാം. ഇൻ ബെയിൽമെൻറ്റ് വൺ പേഴ്സൺ ഡെലിവേഴ്സ് ഗുഡ്സ് ടു അനദർ പേഴ്സൺ ഫോർ സം പർപ്പസ് അപ്പോൺ എ കോൺട്രാക്ട് and after the purpose is accomplished the goods return to the person who delivered the goods. ഇത്രയുമാണ് ബെയിൽമെൻറ്റ്, കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ് എന്നുള്ളതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് നമുക്ക് കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജ് ആണ്. ഇതും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബെയിൽമെൻറ്റ് തന്നെയാണ്. സെക്ഷൻ 172 പറയുന്നത് ദ ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ്. ദ ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞ് തന്നെയാണ് ഡെഫിനേഷൻ തുടങ്ങുന്നത്. ദ ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ് ആസ് സെക്യൂരിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് എ ഡെറ്റ് ഓർ പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് ഈസ് കോൾഡ് പ്ലെഡ്ജ്. അപ്പോൾ പ്ലെഡ്ജ് എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ്സ് എ ബെയിൽമെൻറ്റ്. അപ്പോൾ ബെയിൽമെൻറ്റ് എന്താണ്? ഒരു പേഴ്സൺ ഒരു പെർട്ടിക്കുലർ പേർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗുഡ്സ് മറ്റൊരു പേഴ്സണ് കൊടുക്കുന്നു. പേർപ്പസ് ചെയ്തതിന് ശേഷം ഫുൾഫിൽ ആയതിനു ശേഷം ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഗുഡ്സ് ആ പേഴ്സൺ എന്താണ് തിരിച്ച് അതിൻ്റെ റിയൽ ഓണർക്ക് തന്നെ കൊടുക്കുന്നു. ഇവിടെയും പ്ലെഡ്ജ് എന്ന് പറയുന്നതും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബെയിൽമെൻറ്റ് തന്നെയാണ്. ആൻഡ് ഇവിടെ ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ് ആസ് സെക്യൂരിറ്റി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വാക്ക്. ആസ് സെക്യൂരിറ്റി. ഇവിടെ നമ്മൾ ബെയിൽമെൻറ്റ് നടത്തുന്നു. ഇവിടെ നമ്മൾ ഗുഡ്സ് കൊടുക്കുന്ന എന്തായിട്ടാണ്? സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഗുഡ്സ് കൊടുക്കുന്ന സമയത്താണ് അത് കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജ് ആയി മാറുന്നത്. ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ് ആസ് സെക്യൂരിറ്റി. അത് എന്തിനു വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റിയാണ്? ഫോർ പേയ്മെൻറ്റ് ഓഫ് എ ഡെറ്റ്. അപ്പം സപ്പോസ് എയും ബിയും ഉണ്ട്. നമ്മൾ എന്താണ് എ എന്ന് പറയുന്ന പേഴ്സൺ ഉണ്ട് ആൻഡ് എ എന്താണ് ബിയുടെ അടുത്ത് നിന്നും ഒരു 5000 രൂപ കടമായിട്ട് വാങ്ങി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സെർട്ടൻ എമൗണ്ട് കടമായിട്ട് വാങ്ങുകയാണ്. അതാണ് ഡെറ്റ്, ഇവിടുത്തെ ഡെറ്റാണ്. അപ്പം അതിന് പകരമായിട്ട് എ എന്ത് ചെയ്യാണ്? എൻ്റെ വാച്ച് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ ഈ വാച്ച് കയ്യിൽ വെച്ചോളൂ, ഞാൻ പൈസ തന്നതിന് ശേഷം അല്ലെങ്കിൽ ഞാൻ ഈ പണം തിരിച്ച് തന്നതിന് ശേഷം നിങ്ങൾ എനിക്ക് ഈ വാച്ച് തന്നാൽ മതി. അപ്പം ഇദ്ദേഹം വാങ്ങുന്ന ആ ഡെറ്റിൻ്റെ സെക്യൂരിറ്റി എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം ഈ വാച്ച് എ ബിക്ക് കൊടുക്കുന്നത്. അപ്പം ഇതിനെയാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി എ പേയ്മെൻറ്റ് ഫോർ എ ഡെറ്റ്, സെക്യൂരിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് എ ഡെറ്റ് ആയിരിക്കാം. അതല്ലെങ്കിൽ പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗുഡ്സ് സെക്യൂരിറ്റി ആയി കൊടുക്കുന്നത്? ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ. അപ്പം എ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു ഗുഡ്സ് കൊടുക്കുന്നു ആൻഡ് ആ കോൺട്രാക്ട് പെർഫോം കഴിഞ്ഞതിന് ശേഷം ബി ആ ഗുഡ്സ് തിരിച്ചു കൊടുക്കുന്നു. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജ് എന്ന് പറയുന്നത് സെക്ഷൻ 172 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം. ഇവിടെ നമ്മുടെ ബെയിൽമെൻറ്റിലെ ബെയിലറാണ് പ്ലെഡ്ജിലെ പോണർ എന്ന് പറയുന്നത് ആൻഡ് ബെയിൽമെൻറ്റിലെ ബെയിലി ഇവിടെ പോണി എന്ന് പറയപ്പെടും. അതായത് ഗുഡ്സ് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്ന പേഴ്സൺ ആണ് പോണർ ആൻഡ് ആരാണോ അത് സെക്യൂരിറ്റി ആയിട്ട് കൈവശം വാങ്ങി വെക്കുന്നത് അദ്ദേഹമാണ് പോണി. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് എ ബോറോസ് ₹500 ഫ്രം ബി ആൻഡ് കീപ് ഹിസ് വാച്ച് ആസ് സെക്യൂരിറ്റി. ആഫ്റ്റർ ₹500 ഡെറ്റ് പെയ്ഡ് വാച്ച് ഇസ് ടു ബി റിട്ടേൺ. അത് എന്തായാലും തിരിച്ചു കൊടുക്കണം. അപ്പം ഇത്തരം ബെയിൽമെൻറ്റുകളാണ് നമ്മൾ പ്ലെഡ്ജ് എന്ന് പറയുന്നത്. ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ് ആസ് സെക്യൂരിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് എ ഡെറ്റ് ഓർ ഫോർ ദ പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് ഈസ് കോൾഡ് പ്ലെഡ്ജ് സെക്ഷൻ 172 പ്രകാരം. ഇനി നമുക്ക് നോക്കാനുള്ളത് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. സെക്ഷൻ 126 പറയുന്ന കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്താണെന്നുള്ളതാണ്. ഈ വാക്ക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്യാരണ്ടി എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന അർത്ഥം എന്താണോ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഗ്യാരണ്ടി മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ ബാങ്കിൻ്റെ എക്സാമ്പിൾ പറയുന്നത് വഴി ഗ്യാരണ്ടി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മളിവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ബാങ്ക് ഗ്യാരണ്ടി. ഇവിടെ ഒരു പേഴ്സൺ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുകയാണ്. ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുന്ന സമയത്ത് ബാങ്ക് ലോൺ കൊടുക്കുമ്പോൾ ബാങ്ക് എന്താണ് ആവശ്യപ്പെടുന്നത്? നിങ്ങൾ മാത്രം പോരാ, നിങ്ങൾ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം ലയബിൾ ആക്കാൻ പറ്റുന്ന മറ്റൊരു പേഴ്സൺ കൂടെ ഇവിടെ വേണം എന്ന് ബാങ്ക് പറയുകയാണെങ്കിൽ സപ്പോസ് എ ആണ് ബാങ്കിൽ പോയിട്ട് പണം കടം വാങ്ങുന്നത് അല്ലെങ്കിൽ ലോൺ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പറയാണ് ഓക്കെ ഞാൻ ബി എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇൻ കേസ് ഞാൻ ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തരുമല്ലോ, അദ്ദേഹം തരും. അതുകൊണ്ട് ബി എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഇവിടെ ബാങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇവിടെ 3 പാർട്ടീസാണുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 3 പാർട്ടീസ്, ഈ 3 പാർട്ടീസ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഫസ്റ്റ് വണ്ണാണ് ക്രെഡിറ്റർ. ഇവിടെ നമ്മുടെ എക്സാമ്പിളിൽ ബാങ്ക് ആണ് ക്രെഡിറ്റർ. ക്രെഡിറ്റർ ഈസ് ദ പേഴ്സൺ ഹു ഗീവ്സ് ദ മണി. ഇവിടെ ബാങ്ക് ആണ് എ എന്ന് പറയുന്ന പേഴ്സണ് പൈസ കൊടുക്കുന്നത്, പണം കൊടുക്കുന്നത്. അപ്പം അദ്ദേഹമാണ് അല്ലെങ്കിൽ ബാങ്ക് ആണ് ഇവിടുത്തെ ക്രെഡിറ്റർ. ആൻഡ് പ്രിൻസിപ്പൽ ഡെറ്റർ, ആരാണോ ക്രെഡിറ്ററിൻ്റെ കയ്യിൽ നിന്നും
പണം വാങ്ങുന്നത് അദ്ദേഹമാണ് പ്രിൻസിപ്പാൾ ഡെറ്റർ. അതായത് ആരാണോ ഡെറ്റ് കൈവശം വെക്കുന്നത് അദ്ദേഹമാണ് പ്രിൻസിപ്പാൾ ഡെറ്റർ ആൻഡ് ഹൂ റിസീവ് ദ മണി ഫ്രം ദ ക്രെഡിറ്റർ. ആൻഡ് ഇവിടെ മൂന്നാമത്തെ ഒരു പേഴ്സൺ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ഷുവർട്ടി. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ഷുവർട്ടി എന്ന് പറയുന്നത്. ഷുവർട്ടി ഗിവൺ ഗ്യാരണ്ടി ടു ദ ക്രെഡിറ്റർ. അതായത് ഇപ്പോൾ ഷുവർട്ടി ക്രെഡിറ്റർക്ക് കൊടുക്കുന്ന പ്രോമിസ് എന്താണ്? ഇൻ കേസ് എ എന്ന് പറയുന്ന പേഴ്സൺ ഡിഫോൾട്ട് വരുത്തി, അതായത് പ്രിൻസിപ്പാൾ ഡെറ്റർ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ ഈ പണം അദ്ദേഹത്തിന് പകരം ഞാൻ തന്നുകൊള്ളാം. അതായത് ഒരു തേർഡ് പേഴ്സൻ്റെ ഡിഫോൾട്ടിൽ ഒരു പേഴ്സണ് ലോസ് സംഭവിക്കുകയാണെങ്കിൽ ആ ലോസിനെ ഞാൻ സേവ് ചെയ്തോളാം, താങ്കൾക്ക് ലോസ് വരാതെ ഞാൻ സേവ് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഇത്തരം കോൺട്രാക്റ്റുകളെയാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇനി ആ ഡെഫിനിഷനിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ മീനിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ, ഡിസ്ചാർജ് ദ ലയബിലിറ്റി ഓഫ് എ തേർഡ് പേഴ്സൺ ഇൻ കേസ് ഓഫ് ഹിസ് ഡിഫോൾട്ട്. അതായത് ഒരു പേഴ്സൺ ഇവിടെ ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. എന്താണ്? ഇൻ കേസ് ഓഫ് തേർഡ് പേഴ്സൻ്റെ ഡിഫോൾട്ട് പ്രകാരം ക്രെഡിറ്റർക്ക് ഒരു നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സേവ് ചെയ്തോളാം, അല്ലെങ്കിൽ ആ ലയബിലിറ്റി ഞാൻ വഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഷുവർട്ടി. അപ്പോൾ ഈ പ്രസൻസ് ഓഫ് ഷുവർട്ടിയാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് 3 പാർട്ടീസ് ഉണ്ടെന്നുള്ളതും കൂടി ഓർമ്മിക്കുക. അപ്പം എല്ലായ്പ്പോഴും പഠിക്കാൻ എളുപ്പം ബാങ്കിൻ്റെ എക്സാമ്പിൾ വെച്ചുകൊണ്ട് ഗ്യാരണ്ടി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്യാരണ്ടീൻ്റെ ഡെഫിനിഷൻ വായിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും. അപ്പം ഇതാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി അണ്ടർ സെക്ഷൻ 126. ഇനി നമുക്ക് നോക്കാനുള്ളത് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി അണ്ടർ സെക്ഷൻ 124. ഇവിടെ പറയുന്നത്, വൺ പാർട്ടി പ്രോമിസസ് ടു സേവ് ദി അതർ ഫ്രം ലോസ് കോസ്ഡ് ടു ഹിം ബൈ ദ കണ്ടക്ട് ഓഫ് ഹിംസെൽഫ് ഓർ ബൈ ദ കണ്ടക്ട് ഓഫ് എനി അതർ പേഴ്സൺ. അപ്പോൾ ഈ ഡെഫിനേഷൻ വായിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് തന്നെയല്ലേ ഗ്യാരണ്ടിയിലും പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. പക്ഷേ ഇത് ഗ്യാരണ്ടിയിൽ നിന്നും വ്യത്യാസപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ 2 പാർട്ടീസാണുള്ളത്, ഇൻഡെംനിഫയർ ആൻഡ് ഇൻഡെംനിറ്റിഫൈഡ് അഥവാ ഇൻഡെംനിറ്റി ഹോൾഡർ എന്ന് പറയപ്പെടുന്ന 2 പാർട്ടീസാണ് ഇവിടെ ഉള്ളത്. ഇവിടെയും കൈൻഡ് ഓഫ് ഗ്യാരണ്ടിയുമായിട്ട് സിമിലാരിറ്റീസ് ഉണ്ട്. അതായത് വൺ പാർട്ടി പ്രോമിസസ്, ഇവിടെ ഒരു പാർട്ടി പ്രോമിസ് കൊടുക്കുകയാണ് ടു സേവ് ദി അതർ, ഓപ്പോസിറ്റ് പാർട്ടീനെ സേവ് ചെയ്യാം, സേവ് ദി അതർ ഫ്രം ലോസ്, ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഒരു നഷ്ടം വരുന്നതിൽ നിന്നും അദ്ദേഹത്തിന് സേവ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ പാർട്ടി കൊടുക്കുന്ന പ്രോമിസാണ്. കോസ്ഡ് ടു ഹിം, സേവ് ദി other from loss caused to him by the conduct of himself or by the conduct of any other person. അപ്പം ഇവിടെ സപ്പോസ് എ ആൻഡ് ബി, നമുക്ക് എക്സാമ്പിൾ എടുക്കാം. എയും ബിയും ഉള്ള എ ബി എന്ന് പറയുന്ന 2 ആൾക്കാരുണ്ട്. ഇവിടെ ബി കാരണം എക്ക് ഒരു നഷ്ടം വരികയാണെങ്കിൽ ഇവിടെ ബി ആണ് പ്രോമിസ് കൊടുക്കുന്നത്. അപ്പം എ ആണ് ഇൻഡെംനിഫയർ. ഓക്കെ, എനെ നമുക്ക് ഇൻഡെംനിഫയർ ആയിട്ട് എടുക്കാം. അപ്പം എ ആണ് പ്രോമിസ് കൊടുക്കുന്നയാൾ. ഇവിടെ പാർട്ടീസ്, ദ പേഴ്സൺ ഹൂ പ്രോമിസസ് to make the loss is called the indemnifier. അതായത് ആരാണോ പ്രോമിസ് കൊടുക്കുന്നത്, ഞാൻ ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ സേവ് ചെയ്തോളാം എന്ന് പറഞ്ഞ് പ്രോമിസ് കൊടുക്കുന്ന പേഴ്സൺ ആണ് ഇൻഡെംനിഫയർ. ആൻഡ് ഇൻഡെംനിറ്റി ഹോൾഡർ എന്ന് പറയുന്നത് ടു ഹൂം ദ പ്രോമിസ് ഇസ് ഗിവൺ, ആർക്കാണോ ഈ പ്രോമിസ് കൊടുക്കുന്നത് അദ്ദേഹമാണ് ഇൻഡെംനിറ്റി ഹോൾഡർ അഥവാ ഇൻഡെംനിഫൈഡ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിളായിട്ട് എയും ബിയും ഉള്ള എ ബി എന്ന് പറയുന്ന 2 ആൾക്കാരുണ്ട്. ഇവിടെ എ ആണ് ഇൻഡെംനിഫയർ. ലോസ് കോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് സേവ് ചെയ്തോളാം എന്ന് പറഞ്ഞ് പ്രോമിസ് കൊടുക്കുന്ന പേഴ്സൺ ആണ് എ. ആർക്കാണ് പ്രോമിസ് കൊടുക്കുന്നത്? ബി എന്ന് പറയുന്ന പെർട്ടിക്കുലർ പേഴ്സൺ ആണ് ബിക്കാണ് ആ പ്രോമിസ് കൊടുക്കുന്നത്. അപ്പം ഇവിടെ എ കൊടുക്കുന്ന പ്രോമിസ്, ആൻഡ് ഈ എ കൊടുക്കുന്ന പ്രോമിസ് ആണ് അല്ലെങ്കിൽ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ഓർ ടു ഇൻഡെംനിഫൈ സമ്മൺ, അതായത് ടു സേവ് ഫ്രം ലോസ്, ടു സേവ് അനദർ പേഴ്സൺ ഫ്രം എ ലോസ്. അതിനെയാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പം എയും ബിയും കൂടെ അല്ലെങ്കിൽ എയും ബിയും കൂടെ 2 ഫ്രണ്ട്സ് ആണ്. ആൻഡ് അവർ ഒരു ഷോപ്പിൽ പോകുന്നു, ജ്യൂസ് കുടിക്കുന്നു. അപ്പം എ പറയാണ്, ഓക്കെ ഞാൻ കുടിച്ച ജ്യൂസിൻ്റെ പൈസ ഞാൻ നാളെ തരാം, അല്ലെങ്കിൽ ഞാൻ 2 ദിവസം കഴിഞ്ഞ് തരാം എന്നാണ് അദ്ദേഹം പറയുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ആ ജ്യൂസ് ഷോപ്പിൻ്റെ ഓണർക്ക് ഈ പേഴ്സൺ, ഈ എ എന്ന് പറയുന്ന പേഴ്സൺ ആണ് ഇവിടുത്തെ ഇൻഡെംനിഫയർ ആൻഡ് ആ ഷോപ്പ് ഓണർ ആണ് ഇൻഡെംനിഫയർ. ഇവിടെ എ കൊടുക്കുന്ന പ്രോമിസ് എന്താണ്, ഞാൻ ജ്യൂസ് കുടിച്ചു, അപ്പം എൻ്റെ ഈ ഒരു പ്രവൃത്തി മൂലം താങ്കൾക്ക് ഒരു നഷ്ടം വരില്ല, ഞാനത് പിന്നീട് നിങ്ങളെ സേവ് ചെയ്തോളാം, ഞാൻ പിന്നെ തന്നോളാം എന്ന് പറയുന്ന ആ ഒരു പ്രോമിസ്. അപ്പം ഇത് സ്വന്തം, അത് ഹിംസെൽഫ്, ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ഫ്രം ദ ലോസ് കോസ്ഡ് ടു ഹിം ബൈ ദ കണ്ടക്ട് ഓഫ് ഹിംസെൽഫ്. ഇവിടെ പ്രോമിസ് കൊടുക്കുന്ന പേഴ്സൻ്റെ കണ്ടക്ട് മൂലമാണ് അദ്ദേഹത്തിന്, ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഒരു ലോസ് വരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കണ്ടക്ട് മൂലം ലോസ് വരില്ല, ആൻഡ് ഞാനത് പിന്നീട് സേവ് ചെയ്യാമെന്ന് അദ്ദേഹം തന്നെ കൊടുക്കുന്ന പ്രോമിസാണ്.
ഓർ ബൈ ദ കണ്ടക്ട് ഓഫ് എനി അതർ പേഴ്സൺ എന്നുള്ള ഒരു പോയിന്റും കൂടി ഉണ്ട്. ഇവിടെ നമ്മൾ ജ്യൂസ് കുടിക്കാൻ പോകുന്ന എക്സാമ്പിളിൽ 2 പേഴ്സൺ, ഇപ്പോൾ എയും ബിയും കൂടെ ഒന്നിച്ചാണ് ഒരു ഷോപ്പിൽ പോയിട്ട് ജ്യൂസ് കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ, എന്നിട്ട് എ ഷോപ്പ് ഓണറോട് പറയാണ്, ഓക്കെ ബി പൈസ തരും, ബി ആണ് എൻ്റെ ഫ്രണ്ടാണ് പൈസ തരേണ്ടത്, അദ്ദേഹം പൈസ തരും. ഇൻ കേസ് അവൻ പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നോളാം, 2 ദിവസം കഴിഞ്ഞ് ഞാൻ തന്നെ അത് തന്നോളാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഷോപ്പ് ഓണർക്ക് നഷ്ടം വരുന്നത് എങ്ങനെയാണ്? മറ്റൊരു പേഴ്സൻ്റെ, ഒരു തേർഡ് പേഴ്സൻ്റെ ആക്ട് മൂലമാണ് അദ്ദേഹത്തിന് നഷ്ടം വരാൻ സാധ്യതയുള്ളത്. പക്ഷേ തേർഡ് പേഴ്സൻ്റെ ആക്ട് മൂലമായാലും അങ്ങനെ നഷ്ടം വരില്ല. ആൻഡ് ഇൻ കേസ് അങ്ങനെ നഷ്ടം വരികയാണെങ്കിൽ ഞാനത് നികത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇവിടെയും എ തന്നെയാണ് പ്രോമിസ് കൊടുക്കുന്നത്. ഇനി ഒന്നും കൂടെ നമ്മൾ ഈ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ, വൺ പാർട്ടി പ്രോമിസസ് ടു സേവ് ദി അതർ ഫ്രം ലോസ് കോസ്ഡ് ടു ഹിം ബൈ ദ കണ്ടക്ട് ഓഫ് ഹിംസെൽഫ്. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം കണ്ടക്ട് മൂലമായിരിക്കാം, ഓർ ബൈ ദ കണ്ടക്ട് ഓഫ് എനി അതർ പേഴ്സൺ, അതല്ലെങ്കിൽ മറ്റൊരാളുടെ കണ്ടക്ട് മൂലം ഈ അതർ പേഴ്സണ് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് വീട്ടിക്കോളാം എന്ന് പറയുന്നു. ഇതിനെയാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. അപ്പം ടു ഇൻഡെംനിഫൈ സംവൺ ഓർ ടു ഇൻഡെംനിഫൈ എന്നുള്ള ടേം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, മറ്റൊരാൾക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം നികത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന പ്രോമിസിനെയാണ് നമ്മൾ ടു ഇൻഡെംനിഫൈ എന്ന് പറയുന്നത്. അത് തന്നെയാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി സെക്ഷൻ 124 ഡീൽ ചെയ്യുന്നത്. അപ്പം അത്രയുമാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കോൺട്രാക്ട് ഓഫ് ഏജൻസി. സെക്ഷൻ 182 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ഡിഫൈൻ ചെയ്യുന്നതാണ് കോൺട്രാക്ട് ഓഫ് ഏജൻസി. ഇതും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഏജൻസി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു വാക്കുണ്ട് ഏജൻറ്റ്. ഏജൻറ്റ് എന്ന് പറയുന്ന ടേമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പം ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ നോർമൽ കേസിൽ ഇപ്പോൾ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനീൻ്റെ എം ഡിക്ക് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കണം. പക്ഷേ അദ്ദേഹത്തിന് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിനെയാണ് ഏൽപ്പിക്കുന്നത്. എനിക്ക് പകരം നീ പോയിട്ട് ആ കമ്പനി മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രിൻസിപ്പാൾ ആരാണ്? 2 പാർട്ടീസാണുള്ളത്, പ്രിൻസിപ്പാൾ ആൻഡ് ഏജൻറ്റ്. പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത് ആരാണോ ആ പേഴ്സണെ ഏൽപ്പിക്കുന്നത് അദ്ദേഹമാണ് പ്രിൻസിപ്പാൾ. ആൻഡ് ആരാണോ ഇദ്ദേഹത്തിന് പകരമായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്, അദ്ദേഹത്തിന് പകരം ഒരു ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത് ആ പേഴ്സണാണ് ഏജൻറ്റ്. അപ്പം അത്തരം കോൺട്രാക്റ്റുകളെ നമ്മൾ കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്ന് പറയും. ഏജൻറ്റ് റെപ്രസെൻറ്റ്സ് ഫോർ പ്രിൻസിപ്പാൾ ഇൻ ഡീലിംഗ് വിത്ത് അനദർ പേഴ്സൺ. ഒരു തേർഡ് പേഴ്സണുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ആൻഡ് പ്രിൻസിപ്പാളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പേഴ്സണെയാണ് നമ്മൾ ഏജൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ആ റിലേഷൻഷിപ്പിന് കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്നും പറയുന്നു. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ദർ ഈസ് ആൻ ഒഫീഷ്യൽ മീറ്റിംഗ് ബിറ്റ്വീൻ എ ആൻഡ് സി, ബട്ട് ഡ്യൂ ടു സം റീസൺ എ കാൻ ഗോ ഫോർ ഇറ്റ്. ഇൻ ദിസ് ആബ്സെൻസ് ഓഫ് എ, സി ദാറ്റ് ഇസ് ഹിസ് ഏജൻറ്റ് ഗോ ഫോർ ഹിം. അതായത് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് മറ്റൊരു പേഴ്സണാണ് പോകുന്നത്. അപ്പം അദ്ദേഹത്തിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സി എന്ന് പറയുന്ന പേഴ്സണാണ് ഇവിടുത്തെ ഏജൻറ്റ്. അപ്പം ആ ഒരു റിലേഷൻഷിപ്പ്, പ്രിൻസിപ്പാൾ ആൻഡ് ഏജൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോൺട്രാക്റ്റിന് നമ്മൾ കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്ന് പറയും. സോ ഇത്രയും ആകുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രൊവിഷൻസ് നമുക്ക് പറയാനുണ്ട്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യവും ഇൻ ഡീറ്റെയിൽ ആയിട്ട് കുറേ ഇനിയും പറയാനുണ്ട്. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീൽ ചെയ്തത്. അതുകൊണ്ട് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് വാട്ട് ഈസ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ആൻഡ് അതിൽ മീനിങ് ഓഫ് കോൺട്രാക്ട് ആൻഡ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്ട് അണ്ടർ സെക്ഷൻ 10. ദെൻ നമ്മൾ സ്പെസിഫിക് കോൺട്രാക്റ്റുകൾ ഏതൊക്കെയാണ്? കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ്, കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജ് ആൻഡ് കോൺട്രാക്ട് ഓഫ് ഏജൻസി. അത് നമ്മൾ സെക്ഷൻ വൈസ് അല്ല പറഞ്ഞിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കൺവീനിയൻസിന് നമ്മൾ ഏറ്റവും ആദ്യം നന്നായിട്ട് മനസ്സിലാകുന്നത് ആദ്യം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ പ്രകാരം പഠിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും പഠിക്കാൻ വേണ്ടി പറ്റും. ഇത്രയുമാണ് പ്രധാനമായിട്ടും കോൺട്രാക്ട് ആക്ടിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് JRF എക്സാമുകൾക്ക് മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും കൂട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആൻഡ് അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അറിയിക്കാൻ മടിക്കരുത്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.